അമ്മായിയോടുള്ള സ്നേഹത്തിന്റെ കാര്യമൊന്നും നീ പറയണ്ട ഗൗതമ. മോളെ, നീ ജോലി കിട്ടി പോയതിന്റെ അന്ന് നിന്നെ യാത്രയക്കാൻ വേണ്ടി ഗൗതമ ഇവിടെ വന്നതാ. പിന്നതേ ഇപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്. അതും നീ വന്നതുകൊണ്ട്. 2-3 പ്രാവശ്യം അമ്മയെ കാണാനായിട്ട് ഇറങ്ങിയതാ. അപ്പൊ വരും അവിടെ പ്രസവം. പ്രസവോ? ആരാ മോനെ പ്രസവിച്ചത്? മൃഗാശുപത്രിയിലെ കാര്യമാണമ്മേ ചേട്ടൻ പറഞ്ഞത്. ആഹാ, ഞാൻ വിചാരിച്ചു നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും കാര്യമായിരിക്കുമെന്ന്. ആ, ഇന്നലെ ഏട്ടൻ വന്നിരുന്നു. നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തണമെന്നാ പറയുന്നത്. എടാ, ഇങ്ങോട്ട് നോക്ക്. ഇവക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയാ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോയത്. അച്ഛനെ ആള് ജഗച്ചില്ല. ഇവളുടെ ശമ്പളം കൂടി ഇനി മൂപ്പൽസിന്റെ ആയി കിട്ടുമല്ലോ. എന്തിനാ പറയുന്നത്? അമ്മായിയുടെ അല്ലേ ഏട്ടൻ? ആ, അടുത്ത മാസം നിശ്ചയം വെച്ച് ചിന്നിത്തി കല്യാണം നടത്തുന്ന ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. അമ്മായി, എന്നെ ഇത്ര ചെറുപ്പത്തിലെ പിടിച്ച് കെട്ടിക്കണോ? ഞാൻ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻസല്ലേ. പയ്യനോ? നിനക്ക് വയസ്സെത്രയാണെന്ന് അറിയാമോ? എന്റെ പൊന്നമ്മായി, ഇവളുടെ മുമ്പിൽ വെച്ച് അത് ചോദിക്കല്ലേ, എന്റെ ഗ്യാസ് പോവും. എടാ, നിനക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ ഇവിടെ പ്രസവിച്ചതാ. അന്നേ ഏട്ടൻ പറഞ്ഞതാ ഗൗതമന്റെ പെണ്ണ് മുറപ്പെണ്ണ് തന്നേന്ന്. എന്നാ ഞങ്ങളുടെ കല്യാണം ഒന്ന് വേഗം നടത്തിത്താ. പെടക്കാതരാ മരുമാനെ. ഇത് പശുവിന് പേരെടുക്കുന്ന പോലെയൊന്നും അല്ല. നാളും നേരവും ഒക്കെ നോക്കണം. അമ്മായി, ഞങ്ങൾ 2 പേരും കൂടി ഒളിച്ചുപോയി രജിസ്റ്റർ കല്യാണം ചെയ്താൽ എന്തോ ചെയ്യും? ഞാൻ ഈ അടിച്ചതിനകത്ത് കേട്ടതില്ല. പക്ഷെ അച്ഛൻ പറയും, പത്മാവതി, പിള്ളേര് ബുദ്ധിയുള്ളവരാ, കല്യാണ ചെലവ് ലാഭം.